മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ യുവാക്കന്മാരും യുവതികളും പ്രേക്ഷിതരും ശുശ്രൂഷകരും കുടുംബങ്ങളും സമൂഹങ്ങളും ഇത് അണിചേരുന്ന പുണ്യമായ നിമിഷമാണ്. ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിനാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ആ വിശുദ്ധനെ പോലെ ജീവത്യാഗം ചെയ്യാൻ തയ്യാറുള്ള അനേകായിരങ്ങൾ ഉണർന്നെഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വചനം തരുന്നു. നിയമാവർത്തനം 4:39. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവ് കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ധീരമായ രക്തസാക്ഷിത്വം വരിക്കാൻ സാധിക്കുക. മതമർദ്ദന കാലത്ത് വിശുദ്ധ ജസ്റ്റിനെയും 4 സ്നേഹിതരോടൊപ്പം പിടിക്കപ്പെട്ടു. കുറ്റവിചാരണ നടത്തി. സത്യദൈവത്തെ വിട്ട് അന്യദൈവത്തെ ആരാധിക്കാൻ അവർ നിർബന്ധിച്ചു. എന്നാൽ ജസ്റ്റിനും കൂട്ടുകാരും പറഞ്ഞു, രക്ഷകനായ യേശുവിൻ്റെ പ്രമാണങ്ങൾ മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ കഴുത്തിൽ തല കാണുകയില്ല, കൊന്നുകളയും. വിശുദ്ധ ജസ്റ്റിനും കൂട്ടുകാരും ഒരേ സ്വരത്തിൽ ഏറ്റുപറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ക്രിസ്തുവിനെയോ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെയോ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല. ഇത് തീരുമാനമാണ്. ചാട്ട കൊണ്ട് അടിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ജസ്റ്റിനെയും കൂട്ടുകാരെയും ശിരസ്സറുത്ത് കൊന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജസ്റ്റിനും കൂട്ടുകാരും നമ്മോട് പറയുന്നത്, കഷ്ണം കഷ്ണമായി നുറുക്കപ്പെടും എന്ന് അറിയുന്ന മണിക്കൂറിലും ഞാൻ സത്യദൈവത്തെ ഉറക്കെ പ്രഘോഷിക്കുമെന്നുള്ളതാണ്. ഇതുപോലെയുള്ള വിശ്വാസ ധീരത നമുക്കുണ്ടാകട്ടെ. വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന് വേണ്ടാത്തത് എനിക്കും വേണ്ട എന്ന് പറയാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാൻ, അധ്വാനത്തിന് അധ്വാനം, വിയപ്പിന് വിയപ്പ്, രക്തത്തിന് രക്തം കൊടുക്കാൻ തയ്യാറുള്ള അനേകം യുവതി യുവാക്കന്മാരും കുടുംബങ്ങളും ഈ കാലഘട്ടത്തിൽ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ എന്ന് ഈ വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ജസ്റ്റിനെയും കൂട്ടുകാരെയും ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് ഒരു സംഘം മക്കൾ ഇതിന്ന് ഉണർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.